സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ EVM ഫലങ്ങളിൽ എതിർപ്പ് രേഖപ്പെടുത്തി വീണ്ടും അനൌദ്യോഗിക വോട്ടെടുപ്പുമായി മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി പ്രവർത്തകർ. മഹാരാഷ്ട്രയിലെ സോലാപൂരിലെ മർക്കത്വാഡിയിലാണ് ഇന്ന് വീണ്ടും അനൌദ്യോഗിക വോട്ടെടുപ്പ് നടക്കുന്നത്. സോലാപൂരിലെ മൾഷിറാസ് അസംബ്ലി മണ്ഡലത്തിന് കീഴിലാണ് മർക്കത്വാഡി വരുന്നത്. മഹാവികാസ് അഘാഡിയിലെ ഉത്തം റാവു ജങ്കാർ BJPയുടെ മുൻ MLA രാം സത്പുതയെ ഇവിടെ പരാജയപ്പെടുത്തിയിരുന്നു. NCP ശരത് പവാർ വിഭാഗം ഇവിടെ വിജയിച്ചെങ്കിലും മർക്കത്വാഡിയിൽ BJP സ്ഥാനാർത്ഥിക്കായിരുന്നു ലീഡ്. എന്നാൽ EVM ഫലങ്ങൾ ശരിയല്ലെന്ന നിലപാടിലായിരുന്നു ഇവിടുത്തെ മഹാവികാസ് അഘാഡി പ്രവർത്തകർ. ഇതിൽ പ്രതിഷേധിച്ചാണ് മഹാവികാസ് അഘാഡി പ്രവർത്തകർ ഇവിടെ അനൌദ്യോഗിക വോട്ടെടുപ്പ് നടത്തുന്നത്. ഇതിനിടെ അനൌദ്യോഗിക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ സോലാപൂർ ഭരണകൂടം ഗ്രാമീണരിൽ ചിലർക്ക് നോട്ടീസ് നൽകിയതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘർഷ സാധ്യത ചൂണ്ടിക്കാണിച്ചാണ് ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകിയിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ നടപടിയായി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിക്കുന്ന നടപടികൾ ഒഴിവാക്കാൻ ഭരണകൂടം ഗ്രാമവാസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സോലാപൂർ SP അതുൽ കുൽക്കർണിയെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഗ്രാമത്തിലെ ഭൂരിപക്ഷം പേരും മഹാവികാസ് അഘാഡിയുടെ അനുഭാവികളാണെന്നാണ് ഗ്രാമവാസികളായ MVA പ്രവർത്തകർ അവകാശപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സ്ഥാനാർത്ഥിക്ക് 843 വോട്ടുകൾ മാത്രമാണ് കിട്ടിയതെന്നും എന്നാൽ BJP സ്ഥാനാർത്ഥി സത്പുട്ടിന് 1003 വോട്ടുകൾ ലഭിച്ചുവെന്നും ഗ്രാമീണർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ കണക്ക് വിശ്വസിക്കുന്നില്ല എന്നാണ് ഇവരുടെ പക്ഷം. അതുകൊണ്ടാണ് ഡിസംബർ 3 ബാലറ്റ് പേപ്പറിൽ പോളിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഗ്രാമീണരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൾഷിറാസ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരും ഫോട്ടോയും അടങ്ങിയ ബാലറ്റ് പേപ്പറുകൾ അച്ചടിക്കാനായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതായാണ് ഗ്രാമീണർ പറയുന്നത്. അനൌദ്യോഗിക തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ഗ്രാമീണർ തഹസിൽദാരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ അഭ്യർത്ഥന നിരസിക്കപ്പെടുകയായിരുന്നു. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.